Hi everyone, ഞാൻ ഷാദം പ്രൈസ്ലാജ്. ഞാൻ ഏഞ്ചൽ. നീ 2023 എനിക്ക് 642 മാർക്സ് ആയിരുന്നു. എനിക്ക് 637 മാർക്സ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് മധുരൈ മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഞാൻ പിള്ളേരിൽ ഓൺലൈൻ ബാച്ചിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ജീവ സാർ ഉണ്ടായിരുന്നു, ചിഞ്ചു മിസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എൻ്റെ ജേർണി ഈ റിപ്പീറ്റ് ആയാലും ഗ്രീൻ റിപ്പീറ്റ് ആയാലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എനിക്ക്. ഞാൻ റിപ്പീറ്റർ ബാച്ചിലായിരുന്നു. എൻ്റെ മിസ് റോസ്മി മിസ് ആയിരുന്നു. P1 ബാച്ചിലായിരുന്നു ഞാൻ. എനിക്കൊരു മിക്സ് ആയിരുന്നു. ആദ്യത്തെ കുറച്ച് നാളെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയും പിന്നെ ഞാൻ വീട്ടിൽ പോയി അവിടെ നിന്ന് എക്സാംസ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഞാൻ പിന്നെ അവസാനത്തെ ഒരു 3 months ഹോസ്റ്റലിലേക്ക് മാറിയായിരുന്നു. ഓൺലൈൻ ബാച്ച് ആയിരുന്നെങ്കിൽ അവസാനത്തെ 3 months ഇത്തിരി കൂടി പ്രിപ്പറേഷൻ കിട്ടും. പിന്നെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഇത്തിരി കൂടി കോമ്പറ്റൻസ് എന്തായാലും കോമ്പറ്റീഷൻ നമുക്ക് ഇത്തിരി കൂടി മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അവസാനത്തെ 3 months ഹോസ്റ്റലിലായിരുന്നു. ഇപ്പം നിങ്ങൾക്കെല്ലാം മോഡൽ എക്സാംസ് നടക്കുവാന്ന് അറിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ദി ഇമ്പോർട്ടൻസ് ഓഫ് മോഡൽ എക്സാംസ് ആൻഡ് ഹൗ ടു ഫേസ് എന്ന ബേസ് ചെയ്തിട്ടാണ്. മോഡൽ എക്സാംസിന്റെ ആ ടൈമിൽ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? പെട്ടെന്ന് ഈ മോഡൽ എക്സാംസ് വന്നപ്പോൾ ഈ കമ്പൈൻഡ് യൂണിറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇതൊക്കെ നമ്മൾ എന്തൊക്കെയായാലും നമുക്ക് ഇച്ചിരി പെറ്റി പോർഷൻസ് ഇങ്ങനെയൊക്കെ ആയാലും ഉണ്ടാവും. അതൊക്കെ എങ്ങനെ തീരുമോ, പിന്നെ ആകെ ടെൻഷനാണ്. പിന്നെ യൂണിറ്റ് 1 യൂണിറ്റ് 2 ഇടയ്ക്ക് ഓരോ ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുള്ളായിരുന്നു. പിന്നെ ആ ഗ്യാപ്പിൽ വരുമ്പോൾ ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ നമുക്ക് ചില പോർഷൻസ് ഒക്കെ പെൻഡിങ് വരും എന്തായാലും ആ മോഡൽ എക്സാം എഴുതുന്നത്. അപ്പൊ ഈ കമ്പൈൻഡ് എക്സാം വെക്കില്ല യൂണിറ്റ് 1+2. അപ്പൊ നമ്മളെ പെയിന്റിങ് വരുന്ന ആ കമ്പൈൻഡ് പോർഷൻ നമ്മൾ തീർക്കും. അതിനുശേഷം പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, പക്ഷെ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്തായാലും ടെൻഷൻ അടിക്കാൻ എനിക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പൊതുവെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാൽ ടെൻഷൻ എന്തായാലും സ്വാഭാവികമായിട്ട് വരും. കാരണം അത്രയും കോമ്പറ്റീഷനാണ്, അത് ഇത്രയും പിള്ളേരുണ്ട്, അതിലൂടെ നമ്മൾ എത്തണം എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ വീട്ടിലായിരുന്നപ്പം എൻ്റെ പപ്പയായിരുന്നു എൻ്റെ ഒരു സപ്പോർട്ട്. Especially he would mention that even if you haven't gone, even if your preparation isn't perfect, just go give your exams. And അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബിക്കോസ് ആ എക്സാമിൽ ചിലപ്പം അതിനു മുമ്പ് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കാണത്തില്ല, പക്ഷെ നേരത്തെ പഠിച്ച് എവിടെയോ നമ്മുടെ മനസ്സിലായി. സോ നെവർ give up and always give your exams. That is very important. അതിൽ പഠിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ എക്സാംസ് എഴുതാതിരിക്കരുത്. ഇവിടെ പറഞ്ഞ മാതിരി, കാരണം നമ്മൾ എന്നോ പഠിച്ചതിന്റെ എന്തെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ മോഡൽ എക്സാംസിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടവരാണ്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മള് ചുമ്മാ പഠിക്കലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ശരിക്കും അപ്ലൈ ചെയ്യണം. അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശരിക്കും ഓർമ്മയിൽ നിൽക്കും. പിന്നെ മോഡൽ എക്സാംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ആ ഒരു വഴിയാകുമ്പോൾ തന്നെ നമ്മുടെ ഒരു മോഡൽ ആൻസർ കീ വീഡിയോ വരുമായിരുന്നു. ആൻഡ് ഐ തിങ്ക് അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കറക്റ്റായിട്ട് നമുക്ക് ആ പേപ്പർ കിട്ടുമല്ലോ, അപ്പം തെറ്റാവുന്ന ഏതാ ശരിയാവുന്ന ഏതാണ് അവരുടെ ആ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലാവും. ആൻഡ് ദാറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ആൻഡ് ഐ urge you all guys to watch that and make your corrections. ബിക്കോസ് ആ ചാപ്റ്റർ പിന്നെയും പോയി പഠിക്കാൻ നമുക്ക് സമയമില്ല. ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് നോ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാംസിന് മാർക്ക് കുറഞ്ഞു വിചാരിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഒന്നും ആവട്ടെ. എനിക്കൊക്കെ കുറേ മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് മോഡൽ എക്സാംസ്. മാർക്ക് കുറഞ്ഞിട്ട് ശീലമാവരുത്തില്ല. നമ്മൾ എന്തെങ്കിലും മാർക്ക് കൂട്ടിക്കൂട്ടി വരണം. ആദ്യം നമുക്ക് വിഷമം, പിന്നെ ശീലമായി പോകരുത്. നമ്മൾ കൂട്ടിക്കൊണ്ട് വരണം മാർക്ക്, അല്ലേ? അതെ അതെ, ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇനീഷ്യലി കാണും. പിന്നെ ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിന് യു വിൽ നോ വേ യു ലൈ, ബിക്കോസ് ഇത്രയും പിള്ളേരുണ്ടല്ലോ. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് വേ യു ലൈ. അത് ഭയങ്കര ശരിയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മാർക്സ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ഇത്രയും പഠിക്കുന്നു, എൻ്റെ റൂംമേറ്റ് അതിൽ കൂടുതൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മുടെ അത്രയും പോലെ എഫേർട്ട് എടുക്കുന്നില്ല, പക്ഷെ അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, എനിക്കതിൻ്റെ ഞാൻ എഫേർട്ട് എടുക്കുന്നതിൽ കിട്ടുന്നില്ല. അതൊരിക്കലും കമ്പയർ ചെയ്യരുത്. എനിക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അവസാനത്തെ മോഡൽ എക്സാംസിന് വരെ 2500 2600 ഒക്കെ റാങ്ക് വന്നത് ബ്രില്യൻറ്റിന്റെ മോഡൽ എക്സാമിന്. എനിക്ക് ശരിക്കും നീറ്റ് എക്സാമിനാണ് സത്യത്തിൽ എത്രയും മാർക്ക് കയറിയത്. എനിക്കൊക്കെ നീറ്റ് എക്സാമിന് 600+ കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നുള്ളായിരുന്നു. കാരണം അത്രയും കോമ്പറ്റീഷൻ ആണല്ലോ. പക്ഷെ നീറ്റ് എക്സാമിനാണ് പറയുകയാണെങ്കിൽ അത്രയും നാളുള്ള ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഓരോ എക്സാം കൊണ്ട് മിസ്റ്റേക്ക് ശരിക്കും ക്ലിയർ ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. നീറ്റ് എക്സാമിനാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. കാരണം ആ മാർക്ക് അങ്ങോട്ട് ഭയങ്കര ഡിക്രീസ് ആയി. കേരളയിലെ 1000 റാങ്ക് ഉള്ളിൽ വന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാത്രം കേരള ദൈവാനുഗ്രഹം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യു ഷുഡ് പ്രേ എവറി ഡേ. ബിക്കോസ് അന്നത്തെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്.
അപ്പം സ്റ്റഡി ടിപ്സിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ടിപ്സ്, എങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്റ്റഡി ടിപ്സ് നോക്കാം. ലൈക്ക് എനിക്ക് കെമിസ്ട്രി ഒത്തിരി ഐ വാസ് വെരി ഫോണ്ട് ഓഫ് ഇറ്റ് ബിക്കോസ് നമ്മുടെ ടീച്ചേഴ്സ് ഒത്തിരി വണ്ടർഫുൾ ആയിരുന്നു. സോ ഐ വുഡ് സേ നിങ്ങൾ എഴുതിയ നോട്ട്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചേക്കുന്ന നോട്ട്സ് ഇപ്പൊ റെഫർ ചെയ്യും. ഡോണ്ട് ഗോ ലുക്കിംഗ് ഫോർ ന്യൂ മെറ്റീരിയൽസ്. ബ്രില്യന്റ് തന്നെ അവരുടെ കുറെ നോട്ട്സും അവരുടെ ക്വസ്റ്റ്യൻസും എല്ലാം തന്നിട്ടുണ്ട്. സോ റിഫർ ദാറ്റ്. ഡോണ്ട് ഗോ ലുക്കിംഗ് ഫോർ മോർ ആൻഡ് മോർ തിങ്സ്. അത് വളരെ കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഔട്ട്സൈഡ് പഠിക്കേണ്ടതെന്നല്ല പറയുന്നത്, പക്ഷെ NCERT തന്നെ ഭയങ്കരമായിട്ട് പഠിക്കുക. കാരണം നമ്മൾ 1-2 ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ കുറെ സമയം കളയാതെ പഠിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് NCERT തന്നെയായിരിക്കും. ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ എക്സാമിന് അതേ ക്വസ്റ്റ്യൻസ് എടുത്തിടുന്നുണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. പിന്നെ എനിക്ക് സത്യത്തിൽ എല്ലാവർക്കും ബയോളജി എളുപ്പമാകുമ്പോൾ എനിക്ക് ഭയങ്കര വീക്ക് പോയിന്റ് ബയോളജി ആയിരുന്നു. എനിക്ക് ബയോളജി പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് എപ്പോഴും ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. നമ്മുടെ ശ്രീജിത്ത് സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി കാണുമ്പോഴേക്ക് എന്റെ എല്ലാ കിളിയും അന്ന് മിക്കപ്പോഴും അന്നത്തെ മോഡൽ എക്സാം വന്നു കഴിയുമ്പോൾ എന്റെ റൂമിൽ ഞാൻ കരച്ചിൽ തന്നെയായിരുന്നു. കാരണം ബയോളജിക്ക് അത്രയും മാർക്ക് ഇങ്ങനെ കുറഞ്ഞു. പിന്നെ എന്റെ ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു ഫിസിക്സ്. അപ്പൊ ഞാൻ അതെങ്ങനെ ഫേസ് ചെയ്തത് ഞാൻ പറയാം. ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു ഞാൻ കൂടുതൽ പഠിക്കുന്നത്. അത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ എന്തെങ്കിലും ചെയ്തിരിക്കണം, അത് മസ്റ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും ചെയ്തില്ലെങ്കിൽ, അത് ചെയ്യാൻ സമയം കിട്ടില്ലെങ്കിലും നമ്മുടെ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ചില അവിടെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതേ മോഡൽ ചിലപ്പോൾ അതിന് വ്യത്യാസം ഇല്ലാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് BEdന്റെ. അതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസും വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, ബ്രില്യൻ്റ് തരുന്ന വർക്ക് ബുക്ക്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡൽ എക്സാംസ്, ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഒരു തവണ ചെയ്ത് വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടി അത് എക്സാമിന് വരുമ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ കുറെ ഒരു ഹോസ്റ്റലിലായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ പാരൻസ് അങ്ങനെ അവർക്ക് ആ ഫെസിലിറ്റീസ് ഇല്ലായിരിക്കും. അപ്പം നീ ഇങ്ങനെയാണ് ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മോഡൽ എക്സാംസ് ഉള്ളത് നമ്മൾ ജസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രം ഹോസ്റ്റലിൽ പുറത്തിറങ്ങും. അപ്പൊ എന്തൊക്കെയായാലും നമ്മൾ ചെറുതായിട്ട് ബേൺ ഔട്ട് ആവും. കാരണം ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും ഏത് നേരം പഠിക്കുക. ക്ലാസ്സിൽ പോകുന്ന സമയം തന്നെ അത് വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ അത്രയും പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. അങ്ങനെ ശേഷം പിന്നെ പറയുകയാണെങ്കിൽ അപ്പം ഞാൻ ബേൺ ഔട്ടായ സമയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സത്യത്തിൽ അത്രയും ബേൺ ഔട്ടാവും. ഞാൻ ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോകുമായിരുന്നു ഒന്ന് റിഫ്രഷ് ചെയ്ത് വരാൻ. അത് പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തായിരുന്നു കേട്ടോ. അത് പക്ഷെ ഓരോരുത്തരുടെ ഓരോ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണല്ലോ. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഒന്ന് റിഫ്രഷ് വന്നപ്പോഴത്തേന് വീണ്ടും ഒരിത്തിരി ബൂസ്റ്റപ്പ് ആയി. ഞാൻ പഠിക്കാനായിട്ട് ഒത്തിരി ഫ്രഷ്നെസ് കിട്ടിയായിരുന്നു പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോട്ട്സ് ഇങ്ങനെയായിരിക്കും, എനിക്ക് കിട്ടുമോ, ഞാൻ ആകെ കുറച്ച് നേരം കൂടി ഉള്ളു, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് ഇൻക്രീസ് ആവുന്നില്ല, റാങ്ക് ഒന്നും കയറുന്നില്ല. അപ്പോൾ ഈ കൈൻഡ്സ് ഓഫ് തോട്ട്സ് നമ്മൾ ഓർക്കണം. ദാറ്റ് എവ്രി വൺ ഹു ഹാസ് ഗോൺ ത്രൂ ദിസ് ഫേസ് ഹാസ് ഓവർകം ഇറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് യു അലോൺ ഹു ഇസ് ഫേസിങ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ വി ഷുഡ് പ്രേ ആൻഡ് ഗോഡ്സ് ഫേവർ വിൽ ബി അപ്പോൺ യു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ അതേ ഫേസിൽ കൂടെ തന്നെ കടന്നു പോയതാണ്. ഞങ്ങൾ എന്നും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അടുത്ത വീട്ടിലുള്ള പിള്ളേരുടെ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. സോ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.